സാരംഗ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുമ്പോൾ ഒരു പരിധിവരെ നമുക്ക് ബി.ജെ.പിയുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കുന്നു എന്നുകൂടി വേണമെങ്കിൽ കാണാം, അല്ലെങ്കിൽ വിലയിരുത്താം. ഒരുപക്ഷെ ഇതിനുശേഷം പ്രധാനമന്ത്രി പലതവണ കേരളത്തിലേക്ക് വരുവാനുള്ള സാധ്യതയുണ്ട്. കാരണം അവർ 40 മണ്ഡലങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ബി.ജെ.പി NDA ഇത്തവണ മുന്നോട്ട് പോകുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. നാളത്തെ പ്രധാനമന്ത്രിയുടെ വരവ്, പ്രധാന പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാണ് സാറേ? അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. കാരണം വരുന്ന നിയമസഭാ ഇലക്ഷൻ കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ പ്രധാനമന്ത്രി തിരുവനന്തപുരത്തേക്ക് എത്താൻ പോകുന്നത് നാളെ. അതായത് ഈ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ ഭരണം പിടിക്കുന്നതിനൊപ്പം തന്നെ ഈ ഒരു നിയമസഭാ ഇലക്ഷൻ കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ട് ആയിരുന്നു ഈ ഒരു ബി.ജെ.പിയുടെ മാസ്റ്റർ പ്ലാൻ നടപ്പാക്കിയത്. അതിൻ്റെ ഭാഗമായി 45 ദിവസം കൊണ്ട് പ്രധാനമന്ത്രി തിരുവനന്തപുരത്തേക്ക് എത്തുമെന്നൊരു വാക്ക്, അതായത് ബി.ജെ.പിയുടെ പ്രകടന പത്രികയിലും ഒപ്പം തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലടക്കം എടുത്തു പറഞ്ഞ ഒരു വിഷയമായിരുന്നു ഈ പ്രധാനമന്ത്രി തിരുവനന്തപുരത്തേക്ക് എത്തുമെന്ന് പറയുന്നത്. അത് ഈ ഒരു കോർപ്പറേഷൻ ഭരണവുമായി ബന്ധപ്പെട്ടുള്ള അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെയുള്ള ബ്ലൂ പ്രിന്റ് നടപ്പിലാക്കുക, അതായത് അത് പ്രസിദ്ധീകരിക്കുക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പല പ്രഖ്യാപനങ്ങൾ നടത്തുക, ഒപ്പം തന്നെ നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ രീതിയിലുള്ള നീക്കം. കാരണം പ്രധാനമന്ത്രി നേരിട്ടെത്തി ഇത്തരത്തിലുള്ള ഒരു ബ്ലൂ പ്രിന്റ് പ്രഖ്യാപിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നു. ഈ ഒരു മുൻകൂട്ടി പ്രഖ്യാപിച്ചതുപോലെ തന്നെയുള്ള രീതിയിൽ പ്രധാനമന്ത്രി തിരുവനന്തപുരത്തേക്ക് എത്തുന്നു. അതുമായി ബന്ധപ്പെട്ട് ഈ ഒരു കോർപ്പറേഷൻ ഭരണത്തിൽ എത്ര തരത്തിലുള്ള മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കാൻ പോകുന്നു എന്നൊരു ഉറപ്പ് തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് നൽകാൻ വേണ്ടി കൂടിയാണ് പ്രധാനമന്ത്രി ഇവിടത്തേക്ക് എത്തുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനൊപ്പം തന്നെ ഇതിലൊരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടിയുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിലേക്ക് തിരുവനന്തപുരത്തേക്ക് എത്തുകയും ചെയ്തത്. അതിനൊപ്പം തന്നെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോൾ പ്രധാനമന്ത്രി എത്തുന്നു. ഇതെല്ലാം വരുന്ന നിയമസഭാ ഇലക്ഷനിൽ അഭിലാഷ് സൂചിപ്പിച്ച പോലെ ഒരു കുതിച്ചുചാട്ടം. കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ബി.ജെ.പി ഭരണം പിടിച്ചെടുക്കുന്നത്. അതിൻ്റെ തുടർച്ചയായി നിയമസഭാ ഇലക്ഷനിലും ഒരു ഞെട്ടിക്കുന്നൊരു മുന്നേറ്റം നടത്തുക, അതിനൊപ്പം തന്നെ അതായത് മൂന്നാം മുന്നണി എന്ന തരത്തിലേക്ക് വലിയൊരു ശക്തിയായി ഉയർന്നു വരിക എന്ന തരത്തിലാണ് ബി.ജെ.പി ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ കോർപ്പറേഷൻ ഭരണത്തിൽ കൊണ്ടുവരാൻ പോകുന്ന മാറ്റങ്ങൾ, പുതിയ ഇന്നോവേഷൻ, ഓണ്ടർപ്രണർഷിപ്പുമായി ബന്ധപ്പെട്ട പുതിയ പദ്ധതികൾ, ഒപ്പം 3 അമൃത് ഭാരത് ട്രെയിനുകളുടെ ഫ്ലാഗ് ഓഫ് നടക്കുന്നു, ഒപ്പം ഒരു പാസഞ്ചർ ട്രെയിനിൻ്റെ ഫ്ലാഗ് ഓഫ് നടക്കുന്നു, അതിനൊപ്പം തന്നെ റോഡ് ഷോ നടക്കുന്നു. ഇതിനൊപ്പം തന്നെയാണ് ഈ ഒരു രാഷ്ട്രീയപരമായി ഒരു പൊതുസമ്മേളനം പ്രധാനമന്ത്രി നടപ്പിലാക്കുന്നത്. അതിനൊപ്പം തന്നെ ഈ ബ്ലൂ പ്രിന്റുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ഒരു ഇൻഡോർ മാതൃകയിൽ അല്ലെങ്കിൽ ഈ ഒരു ഗംഗാ നദി ശുചീകരിച്ച രീതിയിലുള്ള ശുചീകരണ പ്രവർത്തികൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ചില നദികളിൽ ശുചീകരണത്തിൻ്റെ ഭാഗമായി നടപ്പിലാക്കുമെന്നും പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനൊപ്പം തന്നെ കേന്ദ്രീകൃതവും വികേന്ദ്രീകൃതവുമായിട്ടുള്ള ഖരമാലിന്യ സംസ്കരണം, സ്മാർട്ട് സിറ്റിയുടെ 2ാം ഘട്ടം എന്ന തലത്തിൽ എടുത്തു കാണിച്ച ഒന്നാണ് ഖരമാലിന്യ സംസ്കരണം. കാരണം തിരുവനന്തപുരം കോർപ്പറേഷനിൽ വലിയൊരു ബുദ്ധിമുട്ട് നേരിടുന്ന ഒന്നാണ് ഈ ഒരു മാലിന്യ സംസ്കരണവും മാലിന്യവുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും. ഇതിൽ കൃത്യമായ ഒരു പ്ലാന്റും അതുമായി ബന്ധപ്പെട്ട പദ്ധതികളും പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ തിരുവനന്തപുരം ഒരു തുറമുഖ നഗരമായി മാറുക, അല്ലെങ്കിൽ തുറമുഖ നഗരത്തിൻ്റെ ഭാഗമായി വിഴിഞ്ഞവുമായി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വികസനങ്ങൾ വളരെ വർദ്ധിപ്പിക്കുക, അതുമായി ബന്ധപ്പെട്ട ഭൂഗർഭപാത, അതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രഖ്യാപനങ്ങൾ അടക്കം കൊണ്ടുവരിക. അതിനൊപ്പം തന്നെ പറയുന്നതാണ് ഈ ഒരു കുടിവെള്ളവുമായി ബന്ധപ്പെട്ട, അതായത് കുടിവെള്ള വിതരണത്തിൽ കൂടുതൽ പദ്ധതികൾ കൊണ്ടുവരിക. അങ്ങനെ സമഗ്രമായ പല പദ്ധതികളും ഈ ഒരു പൊതുസമ്മേളനത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ ഉള്ളത് തീർച്ചയായും അതായത് സൂചിപ്പിക്കുന്ന പോലെ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ തന്നെ സാരംഗ് സൂചിപ്പിച്ചു കഴിയുന്നു, അതിൻ്റെ സാധ്യതകളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാരംഗ്, തീർച്ചയായും ഞാൻ തിരികെ എത്താം. അതിനു മുമ്പ് സാരംഗ് തന്നെ സൂചിപ്പിച്ച ആ പദ്ധതികൾ അതെന്തൊക്കെ എന്നത് നമുക്കൊന്ന് വളരെ പെട്ടെന്ന് പരിശോധിച്ചു പോകാം. സാരംഗ് പറഞ്ഞു കഴിഞ്ഞു, അതായത് നമുക്കറിയാമല്ലോ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് മാലിന്യ നിർമ്മാർജ്ജനം ആണ്. തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യം എവിടേക്കാണ് പോകുന്നത്, ഏജൻസികൾ എന്താണ് ചെയ്യുന്നത്, അതിന് ശാസ്ത്രീയമായ ഒരു സംവിധാനമുണ്ടോ എന്ന ചോദ്യമുണ്ട്. ഇടയ്ക്ക് നമുക്കറിയാം ഈ മാലിന്യമൊക്കെ തമിഴ്നാട്ടിലെ അതിർത്തികളിൽ നിക്ഷേപിക്കുന്നു, അങ്ങനെ അവർ തിരിച്ചയക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇപ്പോഴിതാ ഈ കോർപ്പറേഷൻ്റെ വികസനത്തിനായി മുന്നോട്ട് വെച്ചിട്ടുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാലിന്യ പ്രശ്നം പരിഹരിക്കുക എന്നത് തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കേന്ദ്രീകൃത മാലിന്യ സംസ്കരണ പ്ലാന്റ്
പദ്ധതി എന്നതാണ് വിഭാവനം ചെയ്യുന്നത്. അതിൽ ഇൻഡോർ മാതൃക എന്ന് നേരത്തെ നമുക്കറിയാം. വി രാജേഷ് വാർത്താ സമ്മേളനത്തിൽ ഇൻഡോർ മാതൃകയിലായിരിക്കും മാലിന്യ സംസ്കരണ പ്ലാന്റ് നടപ്പിലാക്കുക എന്ന് പറയുകയും അതിനുശേഷം ഇൻഡോർ വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇൻഡോറിലെ കുടിവെള്ളത്തിൽ മാലിന്യം കലരുകയും അങ്ങനെ നിരവധി ആളുകൾ മരണപ്പെടുകയും ചെയ്തതായിരുന്നു. പക്ഷേ അത് ഒരു പോരായ്മയാണ്, അത് വസ്തുതയാണ് എന്നത് നിലനിൽക്കുമ്പോൾ പോലും രാജ്യത്ത് കോർപ്പറേഷനുകളിൽ ഏറ്റവും ശുചീകരണ അല്ലെങ്കിൽ ശുചിത്വ മിഷനുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ കാലങ്ങളായി ഏതാണ്ട് 2016 ആണ് ഇതുമായി ബന്ധപ്പെട്ടൊരു സൂചിക തയ്യാറാക്കിയിട്ടുള്ളത്. അതിൽ വൃത്തിയുടെ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന നഗരം എന്നത് ഇൻഡോർ തന്നെയാണ്. ഒരു പക്ഷേ ഇൻഡോറിൽ ഉള്ള ആളുകൾക്കോ അല്ലെങ്കിൽ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ഒക്കെ അറിയാവുന്നതുമാണ്. അവിടെ ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ വളരെ മുന്നിൽ തന്നെയാണ്. എടുത്തു പറയേണ്ടത് നമ്മളെക്കാൾ വിദ്യാസമ്പന്നരായ ഒരു ജനതയൊന്നുമല്ല, നമ്മളെക്കാൾ കൂടുതൽ ആളുകൾ പാർക്കുന്ന പ്രദേശം കൂടിയാണ്, നമ്മളെക്കാൾ മോശമായ ജീവിത സാഹചര്യം തന്നെയാണ് അവിടുത്തെ ജനസംഖ്യ തന്നെ. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലൊക്കെ 10 ലക്ഷത്തിന് താഴെയാണ് ജനങ്ങളുള്ളൂ എന്ന് പറയുമ്പോൾ ഇൻഡോറിലാകട്ടെ ഏതാണ്ട് 30 ലക്ഷത്തിന് മുകളിൽ ആളുകളുണ്ട്. എങ്കിൽ പോലും വൃത്തിയായി ആ നഗരത്തെ സൂക്ഷിക്കാൻ സാധിക്കുന്നു എന്നത് പ്രധാനപ്പെട്ടതാണ്. എങ്കിൽ കേരളം പോലെ കൃത്യമായി മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുവാനും അത്തരം ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൂടിയുള്ള ഒരു പ്രദേശത്ത് തീർച്ചയായും ഇൻഡോറിന് മുന്നിലേക്ക് കേരളത്തിൻ്റെ നഗരങ്ങളെ എത്തിക്കാൻ സാധിക്കും. പക്ഷേ അതിന് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇച്ഛാശക്തിയോടുകൂടിയുള്ള ഒരു ഇടപെടൽ ആണ് ഉണ്ടാകേണ്ടത്. അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ BJP അവകാശപ്പെടുന്നത്. അതനുസരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നത് ഈ മാലിന്യ സംസ്കരണ പ്ലാന്റാണ്. അത് ഇൻഡോർ മാതൃകയിൽ ആണ് നടപ്പിലാക്കാൻ പോകുന്നത്. ഇനി നമ്മൾ രണ്ടാമത്തേത് എന്ത് എന്നതാണ് പരിശോധിക്കുന്നത്. അവിടെയാണ് ഗംഗാ മിഷൻ മാതൃകയിലുള്ള ഒരു പദ്ധതിയിലേക്ക് പോകുന്നു എന്നതാണ് BJP അവകാശപ്പെടുന്നത്. അതായത് നമുക്കറിയാം തിരുവനന്തപുരത്ത് എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ചില പ്രദേശങ്ങളുണ്ട്. അത് അവിടുത്തെ മലിനജലത്തെക്കുറിച്ച് തന്നെയാണ്. പ്രത്യേകിച്ച് കരമനയാർ, കിള്ളിയാർ, ആമയിഴഞ്ചാൻ തോട്, പാർവതി പുത്തന ഇവയാണ് വാർത്തകളിൽ നിറയാറുള്ള സ്ഥലം. അതിൽ തന്നെ ഈ ആമയിഴഞ്ചാൻ തോടിൽ ശുചീകരണ തൊഴിലാളി മരണപ്പെട്ട സാഹചര്യം പോലും ഉണ്ടാകുന്നു. റെയിൽവേയുമായി ചില തർക്കങ്ങളടക്കം നിലനിൽക്കുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. എന്താണ് എങ്കിലും തിരുവനന്തപുരത്ത് വന്നിട്ടുള്ളവർക്ക് പലപ്പോഴും അറിയാം അതൊരു കൊതുക് വളർത്തൽ കേന്ദ്രമായി മാറുകയും മൂക്കുപൊത്താതെ നടക്കാൻ പറ്റാത്ത സാഹചര്യവുമാണ് ഉണ്ടാകാറുള്ളത്. അതാകട്ടെ നഗരഹൃദയത്തിലാണ് താനും. അപ്പോൾ അത് ശുചീകരിക്കും എന്നാണ് ഇപ്പോൾ അവകാശപ്പെടുന്നത്. ഈ വികസന രേഖയുടെ ഭാഗമായി അങ്ങനെ ഒരു നിർദ്ദേശം ഇപ്പോൾ BJP അല്ലെങ്കിൽ പുതിയ ഭരണസമിതി കോർപ്പറേഷൻ മുന്നോട്ട് വയ്ക്കുന്നു എന്നതാണ്. മറ്റൊന്ന് വെള്ളക്കെട്ടാണ്. വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പരിഹാരങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞ ഭരണകൂടങ്ങൾക്കൊക്കെ സാധിച്ചു എന്നത് വസ്തുതയാണ്. പക്ഷേ മഴക്കാലത്ത് കഴക്കൂട്ടം പോലെയുള്ള സ്ഥലങ്ങൾ, അതായത് ടെക്നോ പാർക്ക് ഉൾപ്പെടുന്ന കഴക്കൂട്ടം പോലെയുള്ള സ്ഥലങ്ങളിൽ പോലും വലിയ തോതിലുള്ള വെള്ളക്കെട്ട് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ട്. കിഴക്കേക്കോട്ടയിലും തമ്പാനൂരിലുമൊക്കെ അരപ്പൊക്കം വെള്ളം, അരയാൾ വെള്ളം എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അതിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എങ്കിൽ ഇപ്പോഴിതാ സൂറത്ത് മാതൃകയിൽ ഈ വെള്ളക്കെട്ടിന് പരിഹാരമുണ്ടാക്കണം എന്ന നിർദ്ദേശം ആണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇവിടെയെല്ലാം BJP ഭരണത്തിലിരിക്കുന്ന അല്ലെങ്കിൽ BJPയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ചില മാതൃകകളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതിനൊക്കെ അതിൻ്റെതായ പോരായ്മകൾ ഉണ്ട് എന്ന് പറയുമ്പോഴും ചില മാതൃകകൾ നമുക്ക് തീർച്ചയായും അനുകരിക്കാവുന്നത് തന്നെയാണ്. അതിനെ തള്ളിക്കളയാൻ സാധിക്കുകയില്ല. 101 വാർഡുകൾ, 101 ഡിവിഷനുകൾ ആണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉള്ളത്. ഈ 101 ഡിവിഷനുകളിലും പ്രത്യേകമായ ഡ്രെയിനേജ് പദ്ധതി നടപ്പിലാക്കും എന്നതാണ് ഇപ്പോഴത്തെ വികസന രേഖയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റൊന്ന് തീരപ്രദേശമാണ്. തിരുവനന്തപുരത്തെ തീരമേഖല എന്നത് കാലങ്ങളായി പ്രതിസന്ധി നേരിടുന്ന ഇടമാണ്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലടക്കം പലപ്പോഴായി തീരദേശവാസികളുടെ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ കാണാറുണ്ട്. എന്തായാലും തീരദേശവാസികൾ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.